everyone, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഒരു ലേണിംഗ് പർപ്പസ് വീഡിയോ ആണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ലേണിംഗ് പർപ്പസ് വീഡിയോ നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യാനുള്ള വീഡിയോ. സോ ഫസ്റ്റ് ഈ വീഡിയോ കാണുന്ന മുന്നേ എല്ലാവരും കൂടി പോയി പ്ലേലിസ്റ്റിൽ പോവുക. അവിടെ ഞാൻ കുറച്ച് മെയിനായിട്ട് നമ്മുടെ കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങളുടെ കൂടി ഷെയർ ചെയ്തിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് കാണണം. അത് കഴിഞ്ഞിട്ടേ ഈ വീഡിയോയിലേക്ക് വരികയുള്ളൂ. ഈ വീഡിയോ അത് കഴിഞ്ഞിട്ട് ശരിക്കും ഈ വീഡിയോയിലേക്ക് വരാൻ പാടുള്ളൂ. റീസൺ ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാം. എന്താ ഒരു റീസൺ? ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനകത്താണ് നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചറാണ്. മാർക്കറ്റ് സ്ട്രക്ചർ എന്താണ്, മാർക്കറ്റ് എന്താണ്, എങ്ങനെയാണ് ശരിക്കും മാർക്കറ്റിൻ്റെ മൂവ് അപ്പ് ആൻഡ് ഡൗൺ. ഇപ്പോൾ ഇത് കാണുന്ന ഒരു അപ്പ് ആൻഡ് ഡൗൺ, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകും, എപ്പോഴാണ് മുകളിലേക്ക് പോകും, എപ്പോഴാണ് താഴേക്ക് വരും, അതൊക്കെ എല്ലാം കൂടി നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് തന്നെയാണ് ശരിക്കും മാർക്കറ്റ് മോസ്റ്റ്ലി മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് ഓർ മാർക്കറ്റ് സ്ട്രക്ചർ ബിലീവ് ചെയ്യുന്നത് നമ്മുടെ ഇല്ലിയറ്റ് വേവ് ആണ്. ഇല്ലിയറ്റ് വേവ് ഒരു വേവാണ്, തിയോറി. ബേസിക്കലി അത് ഒത്തിരി ഹ്യൂജ് ടോപ്പിക്കാണ്. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്ന ജസ്റ്റ് ഒരു ചെറിയ ഒരു ടോപ്പിക് മാത്രമേ ഉള്ളൂ. കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഈ വീഡിയോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഞാൻ ഉണ്ടാക്കാൻ പോവുക. നമ്മുടെ ഈ ഫുൾ വീഡിയോ, ഫുൾ കോൺസെപ്റ്റ്, ഇതിൻ്റെ എങ്ങനെ നിങ്ങളുടെ വ്യൂസ് വരുന്നു, എത്ര നിങ്ങളുടെ ലൈക്സ് വരുന്നു, അത് കണ്ടിട്ട് അതിൻ്റെ ബേസിലായിരിക്കും ഞാൻ ഇനി ഫുൾ ഒരു കോഴ്സ്, ഒരു തിയോറി, ഒരു സീരീസ് ഷെയർ ചെയ്യാൻ പോവുക. നിങ്ങളോട് ഷെയർ ചെയ്യും അപ്കമിങ് ഡേയ്സിൽ. കാരണം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു സ്ട്രക്ചറിൽ നല്ലൊരു ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഷെയർ മാർക്കറ്റ്. സോ നമ്മുടെ ഇതിനകത്ത് ശരിക്കും നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമല്ലോ, അതിൻ്റെ എല്ലാത്തിൻ്റെ ആൻസറാണ് നമ്മുടെ ഇല്ലിയറ്റ് വേവ്. ക്വസ്റ്റ്യൻസ് എന്താണ് മാർക്കറ്റിൽ മെയിൻ എപ്പോൾ ബൈ ചെയ്യണം, എപ്പോൾ സെൽ ചെയ്യണം. ഒത്തിരി പേർ നിങ്ങളുടെ കൂടെ പറയാറുണ്ട്, നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാകും. നല്ല ട്രെൻഡിങ് മാർക്കറ്റ്, ഇത് ട്രെൻഡിങ് മാർക്കറ്റാണ്, അത് അവർക്കറിയാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും അത് ട്രെൻഡിങ് മാർക്കറ്റാണ്. പിന്നെ ട്രെൻഡിങ് മാർക്കറ്റിൽ ഒത്തിരി പേര് പറയാറുണ്ട് ബൈ ഓൺ ഡിപ്പ്. അതിൻ്റെ ആൻസർ, ബൈ ആൻഡ് ഡിപ്പിൻ്റെ ആൻസർ ഈ വീഡിയോ ആയിരിക്കും. ഒത്തിരി പേര് പറയുന്നത് സെൽ ഓൺ റൈസ്, അതിൻ്റെ ആൻസർ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, മീൻസ് എല്ലാത്തിൻ്റെ എന്തോരം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതെല്ലാത്തിൻ്റെ ആൻസർ ഈ വീഡിയോ ആയിരിക്കും ഓർ ഈ സീരീസ് ആയിരിക്കും. മാർക്കറ്റിൽ നിങ്ങൾ എപ്പോഴാണ് ബൈ ആൻഡ് ഡിപ്പ്, എവിടെ ബൈ ചെയ്യണം, എവിടെ എസ് എൽ വെക്കണം, എവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകും, എവിടെ നിന്ന് കയറും. എനിക്ക് ആക്ച്വലി ടൈം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ടൈം ഷോർട്ടേജ് ആണ്. വീഡിയോ ശരിക്കും നല്ലപോലെ ലോങ് നമുക്ക് ഉണ്ടാക്കണം. എന്നിട്ടാണ് ശരിക്കും ആ മാർക്കറ്റിൻ്റെ ഒരു തിയറി ആയിരിക്കും. ബട്ട് എനിക്ക് ഗ്യാപ്പ് കിട്ടുന്നില്ല. എന്തായാലും ഞാൻ നമ്മുടെ വീക്കെൻഡിൽ ഞാൻ ഇതിൽ ട്രൈ ചെയ്യാം നിങ്ങളുടെ കൂടെ വീഡിയോ ഷെയർ ചെയ്യാനുള്ളത്, ഓരോരോ വീഡിയോസ്. ഫസ്റ്റ് ഇത് വേഗം നമുക്ക് ഈ ടോപ്പിക് വരാം. മാർക്കറ്റിൻ്റെ മോസ്റ്റ്ലി സ്ട്രക്ചർ ഇല്ലിയറ്റ് വേവ് ബേസിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യാറുള്ളത്. ഇത് നിങ്ങൾ ബിലീവ് ചെയ്യണം ഫസ്റ്റ്. ഓക്കെ, മാർക്കറ്റ് അങ്ങനെ പോകാറുള്ളൂ. ഓക്കെ, ഇനി ഞാൻ പിന്നെ ഫസ്റ്റ് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ ഇതിനകത്ത് നമ്മൾ പോവുകയാണെങ്കിൽ ഡ്രോയിങ്സ്, ഇതിനകത്ത് ഇത് കാണുന്ന ഗാൻ ആൻഡ് ഫിബൊനാച്ചി, ഇത് കണ്ട ഗാൻ ആൻഡ് ഫിബൊനാച്ചി, ഇതിനകത്ത് എത്ര ടൂൾസ് ഉണ്ട്. ഓക്കെ, പാറ്റേൺസ്, ഇത് കണ്ട, ഇതെല്ലാം യൂസ്ഫുൾ ആണ്. മോസ്റ്റ്ലി നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ശരിക്കും യൂസ് ചെയ്യേണ്ടത്. ഇതിനകത്ത് എന്തോ ഒരു ജിയോമെട്രിക്കൽ ഷേപ്പ്, ഇതൊക്കെ എല്ലാം യൂസബിൾ ആണ്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഇതൊക്കെ വേസ്റ്റാണ്. വേസ്റ്റ് ഒന്നുമില്ല. ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഇതൊക്കെ എല്ലാം ഡ്രോയിങ്സ്, ഇൻഡിക്കേറ്റേഴ്സ് ഓർ ടൂൾസൊക്കെ എല്ലാം ഒക്കെ യൂസ്ഫുൾ ആണ്. ഓക്കെ, അതൊക്കെ ഓരോ എവിടെയൊക്കെ യൂസ് ചെയ്യണം ഇൻ ഫ്യൂച്ചർ നിങ്ങളുടെ കൂടെ ഞാൻ ഇതൊക്കെ എല്ലാം ഷെയർ ചെയ്യും. ഓക്കെ, നമ്മുടെ ഇല്ലിയറ്റ് വേവിൽ ഇതൊക്കെ എല്ലാം ഒത്തിരി ടൂൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് വരുന്നത് നമ്മുടെ ഇല്ലിയറ്റ് വേവ് ഇമ്പൾസ്. ഇത് കണ്ടോ, ഇല്ലിയറ്റ് വേവ് ഇമ്പൾസ്. ഞാൻ ഇതെടുത്തിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്മുടെ ഇല്ലിയറ്റ് വേവ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. 1 സ്ട്രക്ചർ ഫസ്റ്റ് മുകളിലേക്ക്, ദെൻ താഴേക്ക്. മാർക്കറ്റ് ട്രെൻഡിങ് ആണെങ്കിൽ, ബുള്ളിഷ് ആണെങ്കിൽ ഇങ്ങനെ പോകും. 2 ആൻഡ് 3 മുകളിലേക്ക് പോകും. 4 താഴേക്ക് വരും ആൻഡ് 5th ഒന്നുകൂടി മുകളിലേക്ക് പോകും. ഇതാണ് 5 മൂവ്. മനസ്സിലായോ? നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടല്ലോ ഇത് 5 മൂവ്സ് എന്താണ്, ഓർ 1 2 3 കൗണ്ടിങ് എന്താണ്. ഇതാണ് മൂവ്. മാർക്കറ്റ് എല്ലാ ടൈം ഫ്രെയിമിലും
ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാ ടൈം ഫ്രെയിമിൽ മൂവ് ചെയ്യുന്നത് ഓൺലി ഈ ടൈപ്പിലാണ്. 1 2 3 4 5 ഈ 5 മൂവ് കഴിയാതെ മാർക്കറ്റ് പൊട്ടത്തില്ല. ഓക്കെ, മാർക്കറ്റ് പൊട്ടത്തില്ല. നിങ്ങൾ എല്ലാ ടൈം ഫ്രെയിമിൽ ഇത് ഡെയിലി ഈ മൂവ്സ് എങ്ങനെ വരും. ഓക്കെ, ഒരു 5 മൂവ് കഴിഞ്ഞാൽ ആ 5 മൂവ് ഫുള്ള് കഴിഞ്ഞാൽ നമുക്ക് ആ മൂവിനെയാണ് നമ്മൾ പറയണത് 1 ലെഗ് ഓർ ഒരു വേവ്. ഓക്കെ, ഫുള്ള് 1 2 3 4 5 ഈ 5 കൗണ്ടിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്നത് ഒരു വേവ്. പിന്നെ ആ ഒരു ഫുള്ള് വേവിൻ്റെ അകത്ത് ഈ വരുന്ന 1 2 3 4 5 ഇതാണ് സബ് ഓർഡിനേറ്റ് ഓർ സ്മോൾ മൂവ്സ് എന്ന് പറയാം, മൂവ്. ഓക്കെ, സോ ഈ 1 2 3 4 5 ഇതൊക്കെ എല്ലാം ഒരു വേവിൻ്റെ മൂവ്സ് ആണ്, സബ് ഓർഡിനേറ്റ്സ് ആണ് ഇതൊക്കെ എല്ലാം കൂടി. ഓക്കെ, ഇത് ഒത്തിരി ലോങ് തിയറീസ് ഒരു റൈറ്റ് ഇങ്ങനെ വരും, ഞാൻ ഷെയർ ചെയ്യും നിങ്ങളുടെ കൂടെ, ഡോണ്ട് വറി. ഓക്കെ, സോ നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ എപ്പോഴും ഒരു സപ്പോർട്ട് ജനറേറ്റ്, ഒരു നല്ലൊരു സപ്പോർട്ട് ജനറേറ്റ് ആയി. ആ സപ്പോർട്ട് ജനറേറ്റ് ആയി കഴിഞ്ഞിട്ട് ഫസ്റ്റ് മാർക്കറ്റ് ഗ്രീൻ ക്യാൻഡിൽസ് ആയിട്ട് സ്ലോലി മൂവ് മുകളിലേക്ക് വരും, പിന്നെ താഴേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ഇവിടുന്ന് ഒരു ഫിബൊനാച്ചി എടുക്കാം. ഓക്കെ, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ വന്നാലേ ഒരു നല്ലൊരു സപ്പോർട്ട് എടുത്തു ഫിബൊനാച്ചി ഇങ്ങനെ യൂസ് ചെയ്യണം. ഓക്കെ, ഫിബൊനാച്ചി നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫിബൊനാച്ചിയുടെ ഈ ഒരു ലെവൽ പക്കായിട്ട് റെസ്പെക്റ്റ് ചെയ്യണം. ഏത് റെസ്പെക്റ്റ് ചെയ്യും? 0.618 ആൻഡ് 0.786 ഈ ലെവലിന് മാർക്കറ്റ് പൊക്കണം. പൊക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് അവർ പൊക്കൊള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ അത് ബിലീവ് ചെയ്യണം. ഇവിടെ സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് കാൻഡലിസ്റ്റിക് പാറ്റേൺ ഇവിടെ ഉണ്ടാക്കും. ഓക്കെ, ബുള്ളിഷ് കാൻഡലിസ്റ്റിക് പാറ്റേൺ ഇവിടെ ഉണ്ടാക്കും. എന്നിട്ട് ഇവിടുന്ന് അവർ പ്രൈസ് മുകളിലേക്ക് പൊക്കും. SL എന്തായിരിക്കും നിങ്ങളുടെ ഈ ലോ. അപ്പോൾ ലോ ചെറിയൊരു ഇൻട്രഡേ ബേസിസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, സ്മോൾ ടൈം ഫ്രെയിമിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, ചെറിയൊരു SL വരുന്നുള്ളൂ. ആൻഡ് ടാർഗറ്റ് എന്തായിരിക്കും, ഈ ഒരു ഹൈ മോസ്റ്റ്ലി ഈ ഒരു ഹൈ ക്രോസ് ചെയ്തിട്ട് നെക്സ്റ്റ് തേർഡ് വേവ് ഇവിടെ വരെ പോകും. ഓക്കെ, അവിടെ വരും. പിന്നെ ഫോർത്ത് താഴേക്ക് വരും. ഈ ഫസ്റ്റ് വേവ് ഈ ഒരു 1 പോയിന്റ് കണ്ടിട്ടുണ്ട്, ഈ ഫസ്റ്റ് വേവിൻ്റെ അവിടെ സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ മുകളിലേക്ക് പോകും. അത് 5th വേവ് കംപ്ലീറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ബൈ ചെയ്തത് ഇവിടുന്ന് നിങ്ങൾ കൊടുക്കുന്നത് എവിടെ? അവിടെ. മനസ്സിലായോ? അതാണ് ബൈ ആൻഡ് ഡിപ്പ് മാർക്കറ്റ്, ട്രെൻഡിങ് മാർക്കറ്റ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ SL എത്രയാണ്? ആകെ SL ഇതേ ഉള്ളൂ. നിങ്ങൾ എൻട്രി എവിടെ എടുക്കുന്നത്? ഇവിടെ. ആൻഡ് 3 4 5 നിങ്ങൾ കൊടുക്കുന്നത് എവിടെ? ഓൺ ടോപ്പാണ് നിങ്ങൾ കൊടുക്കുകയുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, പിന്നെ ഞാൻ ഒത്തിരി നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്, എൻഡിങ് ഡയഗണൽ പാറ്റേൺ. എൻഡിങ് ഡയഗണൽ അല്ല, അത് ലാസ്റ്റാണ്, ലീഡിങ് ഡയഗണൽ പാറ്റേൺ. ആ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് കാണാം. ഈ ഒരു 5 വേവ് കംപ്ലീറ്റ് ആയി. ദെൻ ഇവിടെ കണ്ടോ, ഇവിടെ എന്താ ഫോം ആവുന്നത്? ലീഡിങ് ഡയഗണൽ പാറ്റേൺ. മനസ്സിലായോ? ഈ പാറ്റേൺ. ഓക്കെ, ആൻഡ് ഈ പാറ്റേണിൻ്റെ വീഡിയോ നിങ്ങൾ ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നിങ്ങൾ അവിടുന്ന് ബുക്ക് ചെയ്തു, ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്ക് എന്താണ്, അവിടുന്ന് വീണ്ടും ഒരു ഫോൾ വരും. ഓക്കെ, ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. വീണ്ടും ഒരു ഫോൾ വരും. ആ ഫോൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഫിബൊനാച്ചി എടുക്കണം. ആൻഡ് ദെൻ വീണ്ടും ഫിബൊനാച്ചി നമ്മൾ ഇങ്ങനെ കണ്ടോ, ഫിബൊനാച്ചി നമ്മളിങ്ങനെ യൂസ് ചെയ്യണം. ഫിബൊനാച്ചി നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് എന്തായിരിക്കും, പിന്നെ താഴേക്ക് വന്നിട്ട് പിന്നെ നമ്മുടെ ഏത് സോൺ, ഇവിടുന്ന് വീണ്ടും ബൈങ് ആൻഡ് വീണ്ടും മുകളിലേക്ക്. എന്തിനാ വീണ്ടും മുകളിലേക്ക്? കാരണം ഇത് ലീഡിങ് ഡയഗണൽ പാറ്റേൺ ആണ്. സ്മോൾ ടൈം ഫ്രെയിമിൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ബിഗർ ടൈം ഫ്രെയിമിൽ ഒരു പാറ്റേൻ്റെ ഒരു 5 സ്മോൾ 5 ഈ മൂവ്സ്, സബ് ഓർഡിനേറ്റ് മൂവ്സ്, ഇതെല്ലാം കൂടി 5 സബ് ഓർഡിനേറ്റ് 5 മൂവ്സ് കഴിഞ്ഞിട്ട് ഒരു 1 വേവ് സ്റ്റാർട്ട് ആവും. ഓക്കെ, 1 വേവ്, വീണ്ടും 1 വേവ്. ദാറ്റ് മീൻസ് ഈ 5 മൂവ് കഴിഞ്ഞിട്ട് ഒരു 1 വേവ് ആയി. ആൻഡ് ദെൻ വീണ്ടും താഴേക്ക് വരും പ്രൈസ്, വീണ്ടും ഇവിടുന്ന് വീണ്ടും ബൈ ജനറേറ്റ് ആകും. ഓക്കെ, ഇത് സ്മോൾ ടൈം ഫ്രെയിമിലാണ്. ഇനി അത് ജനറേറ്റ് ആവുന്നത് ഏത് ടൈം ഫ്രെയിമിലാണ്? അത് 15 മിനിറ്റ്സ്. ദാറ്റ് മീൻസ് ബിഗ് ടൈം ഫ്രെയിമിലായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഡബിൾ ടൈം ഫ്രെയിമിൽ ദെൻ താഴേക്ക് വന്ന് വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകും. ഓക്കെ, സോ ഇനി ഇതിനകത്ത് പറയാനുള്ളത്, ഫസ്റ്റ് ഈ ഒരു സബോർഡിനേറ്റ് ആയാലും, ഓക്കെ, സബോർഡിനേറ്റ് ഓർ ഫസ്റ്റ് വേവ്, അതിൽ ഫോം ആവുന്നത് ഏതാണ് നമ്മുടെ പാറ്റേൺ? ലീഡിങ് ഡയഗണൽ പാറ്റേൺ. ഓക്കെ, സെക്കൻഡ് പ്രൈസ് താഴേക്ക് വരും.
ഓക്കെ, ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് കയറും. മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു കാര്യം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഫോൾ എപ്പോഴും നമ്മുടെ വേവ്സിൽ വരുമ്പോഴുണ്ടല്ലോ, ഇതൊക്കെ എല്ലാം നമ്മുടെ ബുക്സിൽ ഓർ നമ്മുടെ ലോജിക്കലി തിയോറികൾ ഒക്കെ എല്ലറ്റ് വേവിൻ്റെ തിയോറിയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഫോൾ വരുന്നത് ബിഗർ ടൈം ഫ്രെയിമിലാണെങ്കിൽ ഈ ഫോൾ വരുന്നത് ഏത് ബേസ്ഡാണ്? ന്യൂസ് ബേസ്ഡാണ് ഈ ഫോൾ വരുള്ളൂ, ബിഗർ ടൈം ഫ്രെയിമിലാണെങ്കിൽ. ആൻഡ് ഇവിടുന്ന് വേറെ ഒരു ന്യൂസസ് വരും. ആ ന്യൂസ് ഗുഡ് ന്യൂസ്, പോസിറ്റീവ് ന്യൂസ് വരും. നല്ല പോസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ ആ വേവ്, തേർഡ് വേവ് സ്റ്റാർട്ട് ചെയ്യും, അടിച്ച് കയറ്റി കൊണ്ടുപോകും മുകളിലേക്ക്. അതിന് നിങ്ങൾ എന്താ പറയണേ? അതിന് നോർമൽ ലാംഗ്വേജിൽ ആളുകൾ പറയുന്നത് എന്താണ്? ഷോർട്ട് കവറിങ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോർത്ത് ഒരു ഫോൾ വരും. ഓക്കെ, ഈ ഫോർത്ത് കണ്ട ഇതൊരു ഫോൾ വരും. ആ ഫോൾ മോസ്റ്റ്ലി നോർമൽ സ്ട്രക്ചറിൽ എങ്ങനെ ഈ ഫോൾ വരുന്നത്? ഇത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇവിടെ പോവുക, ഈ ടൂൾസിലേക്ക് പോവുക, ഈ ഡേറ്റ്, പ്രൈസ് ആൻഡ് റേഞ്ച് ഇത് എടുക്കുക. ആൻഡ് ദെൻ ഇവിടുന്ന് ഈ ഫോൾ എത്രയാണ്? 1500 പോയിൻറ്റ്സ് ഓൾമോസ്റ്റ്. ആ ഫോൾ സെയിം ഓൾമോസ്റ്റ് ഇത്ര തന്നെ ആയിരിക്കും ഈ ഫോളും വരാൻ പോകുന്നത്. മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് അത്ര തന്നെ വരുള്ളൂ ഈ ഫോളും. സെക്കൻഡ് ഒപ്പം തന്നെ ഫോർത്ത് ഫോളും വരും. മനസ്സിലായോ? അത് നിങ്ങൾ ട്രാക്ക് ചെയ്താൽ റെഗുലർലി ഡെയിലി എല്ലാ ചാർട്ട്സിൽ നിങ്ങൾ ട്രാക്ക് ചെയ്യണം. ഡെയിലി എല്ലാ ചാർട്ട്, ഏത് ചാർട്ടായാലും, നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ഓർ ഫിൻ നിഫ്റ്റി ആയാലും, ഏത് ഇൻഡെക്സ് ചാർട്ട്, സ്റ്റോക്ക് ചാർട്ട് ആയാലും, വേൾഡിൻ്റെ ഏത് ചാർട്ടായാലും അതിൽ നിങ്ങൾ ഇത് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ, ഏത് ടൈം ഫ്രെയിമിൽ നിങ്ങൾ ഇത് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ എല്ലാം നിങ്ങളുടെ കൂടെ ലൈവിൽ ഫോം ആയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇതൊക്കെ എല്ലാം. ഓക്കെ, ഇനി ഫോർത്തിൻ്റെ കാര്യങ്ങൾ പറയും. ഫോർത്തിൽ ഇവിടെ ഏത് പാറ്റേൺ ഫോം ആവുന്നത് അറിയാമോ? ഇല്ല. ട്രയാങ്കിൾ ആൻഡ് 333 കറക്ഷൻ പാറ്റേൺ. ഇത് ഇവിടെ 100%, 90 to 100% ഈ പാറ്റേൺ ഇവിടെ ഫോം ആകും. ഞാൻ ഈ പാറ്റേൺസ് എല്ലാം നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫോർത്ത് ഈ വേവിൽ ഇവിടെ ഫോം ആവുന്ന പാറ്റേൺ ആണ് നമ്മുടെ 333 കറക്ഷൻ ആൻഡ് ഓർ ട്രയാങ്കിൾ പാറ്റേൺ. ഫിഫ്ത്ത് കംപ്ലീറ്റ് ആയി. അവിടെ ഈ ഫിഫ്ത്ത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പാറ്റേൺ കിട്ടും. ആ പാറ്റേൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ മാർക്കറ്റ് ഓർ ഈ ഫുൾ ഫിഫ്ത്ത് വേവ് ആയി. ഇനി ഞാൻ പുട്ടും ഞാൻ ഇനി കറക്ഷനിലേക്ക് പോവുക. അവിടെ ഫോം ആവുന്നത് ആ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പാറ്റേൺ ഏതാണ്? എൻഡിങ് ഡയഗണൽ പാറ്റേൺ. മനസ്സിലായോ? ഇവിടെ ഓൺ ടോപ്പ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും എൻഡിങ് ഡയഗണൽ പാറ്റേൺ. ഏത് ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കിയോ, എല്ലാ ടൈം ഫ്രെയിം 5 minutes, 15 minutes ഓർ മോസ്റ്റ്ലി 30 minutes, 1 hour ഒക്കെ ടൈം ഫ്രെയിമിൽ, 1 day ഒക്കെ ടൈം ഫ്രെയിമിൽ ഇതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഒത്തിരി പേര് പറയാനുണ്ട്, അയ്യോ ഇത് മറ്റേ പാറ്റേണാണ്, ഈ പാറ്റേൺ ഒക്കെ പാറ്റേൺസ് ഫോം ആവുന്നത് ഇവിടെ എവിടെയെങ്കിലും ഫോം ആവില്ല. നിങ്ങൾ എവിടെയൊക്കെ നിങ്ങൾ തപ്പിയാലും നിങ്ങൾക്ക് കിട്ടത്തില്ല ആ പാറ്റേൺ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ആവണമെങ്കിൽ ഫിഫ്ത്ത് വേവിൽ ഓൺ ടോപ്പ് തന്നെ ഫോം ആവുള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ ഞാൻ അപ്പ് മൂവ് കാണിച്ചല്ലോ. ഇനി ഇതുപോലെ തന്നെയാണ് താഴേക്ക് വരുന്ന മൂവ്സ്. താഴേക്ക് ഇങ്ങനെ ഡൗൺ സൈഡ് മീൻസ് സ്ട്രക്ചർ താഴേക്ക് വരുന്നു. 1 2 3 4 and 5. ഓക്കെ, ഇത് ബുള്ളിഷ് പാറ്റേൺ ആണ്, ഇത് ബിയറിഷ് പാറ്റേൺ ആണ്. റൈറ്റ് സൈഡിൽ ഇത് ബിയറിഷ് പാറ്റേൺ ആണ്. സോ ഫോൾ വരുമ്പോൾ ഇങ്ങനെ തന്നെ ഫോൾ വരുള്ളൂ. ഓക്കെ, അല്ലാണ്ട് വേറെ മാറ്റമൊന്നുമില്ല. സെയിം ഇതിൻ്റെ ഓപ്പോസിറ്റ് സെയിം സ്ട്രക്ചർ ഇങ്ങനെ തന്നെ ഫോൾ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ തന്നെ ഫോൾ വരുള്ളൂ. ഓക്കെ, സോ അതും നമ്മൾ ശ്രദ്ധിക്കുക. എപ്പോഴും മാർക്കറ്റിൽ നമ്മുടെ ഈ സ്ട്രക്ചറിൽ നിങ്ങൾ ബിലീവ് ചെയ്താൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ട്രേഡ്സ് കിട്ടും. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ ബിലീവ് നമുക്ക് വേണം മാർക്കറ്റ് സ്ട്രക്ചറിൽ കറക്റ്റായിട്ട്. പിന്നെ ഇനി വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇത് എല്ലാം കൂടി ഈ സ്ട്രക്ചറുടെ അകത്ത് തന്നെ ഈ വേവ് 1 എത്ര വരെ പോകും, 2 എത്ര ഫോൾ വരും, 3 എത്ര വരെ പോകും, 4 എത്ര വരെ വരും, 5 എത്ര വരെ പോകും, ഓവറോൾ ഈ സ്ട്രക്ചർഡ് ഫുള്ള് ഡീറ്റെയിൽ ആയ ഓരോ വീഡിയോസ് നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, പെർഫെക്റ്റ്ലി നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ. നിങ്ങൾ എൻ്റെ ഈ എല്ലാ വീഡിയോസ് നന്നായിട്ട് ഷെയർ ചെയ്യണം. ഇതിൻ്റെ ഈ എല്ലാം വീഡിയോ നന്നായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ശരിക്കും നന്നായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്നിട്ടാണ് എനിക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ കൂടെ ഇതെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ എല്ലാം ശരിക്കും ഒത്തിരി കോസ്റ്റ്ലി കോഴ്സസാണ്.
പൈസ ക്യാഷൊക്കെ കൊടുത്തിട്ടാണ് ആളുകൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ ജസ്റ്റ് ഒരു സപ്പോർട്ടീവിലാണ്. ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക, അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഈ ഒരു വീഡിയോസ് ഓർ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, സോ ഇനി എനിക്ക് പറയാനുള്ളത് വേറൊരു ചെറിയൊരു ഇതിൻ്റെ അകത്തുള്ള ഡീപ്ലി പഠിക്കാനാണെങ്കിൽ ഡീപ്ലി അതൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യും. ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഷെയർ ചെയ്യാനുള്ളത് ഈ ഒരു വൺ ഫുൾ ഈ വൺ വേവ് ഇല്ലേ, ഇത് ഒരു വേവ് ആയിരിക്കും. ആ വേവ് ബിഗർ ടൈം ഫ്രെയിമിൽ സപ്പോസ് ഇത് ഒരു വൺ വേവ് ആയി. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു 5 കുഞ്ഞു മൂവ് ഉണ്ടാവും. അത് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് വേറെ സ്ട്രക്ചറിൽ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, 5 കുഞ്ഞു മൂവുകൾ ഉണ്ടാകും. അത് ഞാൻ ബ്രഷ് എടുത്ത് നോക്കിയാൽ 1 2 3 4 5. ഓക്കെ, ഇങ്ങനെ ഒരു 5 മൂവ് തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടാകും. പിന്നെ ഫോൾ താഴേക്ക് വരുമ്പോൾ അതും ഇങ്ങനെ തന്നെ വരും. ഫോൾ പക്ഷെ 5 ആയിട്ടില്ല, കയറുന്നത് 5 ആയിട്ടായിരിക്കും, ഇറങ്ങുന്നത് 1 2 3 ആയിട്ടായിരിക്കും. ഓക്കെ, ഇറങ്ങുമ്പോൾ 3 ആയിട്ട് ഇറങ്ങും, കയറുമ്പോൾ 5 ആയിട്ട് കയറുള്ളൂ. ഇത് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്ത ഒരു സംഭവമാണ്. പക്ഷേ ശരിക്കും നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. എല്ലാം ട്രേഡർ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. 1 2 3 4 5 ആയിട്ട് മുകളിലേക്ക് പോകുള്ളൂ. ഫോൾ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ 1 2 3 ആയിട്ട് 1 2 3 ആയിട്ട് ഫോൾ വരുള്ളൂ. ആൻഡ് ഫിഫ്ത്ത് വേവ് സെയിം അങ്ങനെ തന്നെ 1 2 3 4 5 ആയിട്ട് മുകളിലേക്ക് കയറുള്ളൂ. മൂവ്സ് എല്ലാം ഇങ്ങനെയാണ് യൂഷ്വലി എല്ലാം ചാർട്ട്സിൽ ഇങ്ങനെ. ഓക്കെ, പിന്നെ കുറച്ച് ഡിഫറെൻ്റ് ഒക്കെ വരും, കുറച്ച് ഡീപ്ലി ഉണ്ടാവും, ഒത്തിരി സൈഡ് വേസ് ഒക്കെ ഉണ്ടാവും. അത് വേറെ മാറ്ററാണ്, അത് വേറെ ആയിരിക്കും. അത് ഒത്തിരി ആഫ്റ്റർ ഒരു കുറേ വീഡിയോസ് ഉണ്ടാവും. ആ വീഡിയോസ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ലെസണിലേക്ക് നിങ്ങൾ പോവുകയുള്ളൂ. കാരണം അതെന്ന് വെച്ചാൽ ഒത്തിരി ഡീപ്പ് ആണ് ആ ഒരു കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ. സൈഡ് വേസ് മാർക്കറ്റ് ഉണ്ടാകും. സൈഡ് വേസ് മാർക്കറ്റിൽ നമ്മളിങ്ങനെ ട്രേഡ് ചെയ്യണോ, സൈഡ് മാർക്കറ്റിലേക്ക് അതൊക്കെ എല്ലാം എന്തായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു സ്ട്രക്ചർ നമ്മുടെ നിഫ്റ്റിയിൽ തന്നെ ഇപ്പോൾ മോസ്റ്റ്ലി നമ്മുടെ ഈ നോർമൽ ചാർട്ടിൽ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഞാൻ ഫസ്റ്റ് ഞാനൊരു സ്ട്രക്ചർ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിൽ പോകാം. ഓക്കെ, സ്മോൾ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഒന്ന് ബാക്ക് ടൈം ഫ്രെയിം ഞാൻ ഒക്കെ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്ത് തരാം. എന്താണ് ബാക്ക് ടൈം ഫ്രെയിം? ഇത് നിഫ്റ്റിയുടെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം ചാർട്ടാണ്. ഓക്കെ, 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമ്മളിത് വന്നു. ഓക്കെ, പ്രൈസ് മുകളിൽ നിന്ന് ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഒരു ഫോൾ വന്നു, താഴേക്ക് വന്നു. ഓക്കെ, സോ 25,000 ഒരു റൗണ്ട് നമ്പറാണ്. പ്രൈസ് സപ്പോർട്ട് എടുക്കേണ്ടതാണ്. ഓക്കെ, സപ്പോർട്ട് എടുക്കുന്നു, കണ്ടോ പിൻ ബാർ ഫോം ആവുന്നു. പിൻ ബാറുടെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് കണ്ടോ പിൻ ബാർ ഫോം ആയി, പിന്നെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റ്സ് ചാർട്ടിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് നിങ്ങളിപ്പോൾ റീഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇനി 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൻ്റെ ഈ ഒരു ലോ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ കണ്ടോ പ്രൈസ് വന്നു, താഴെ ഇത് ബ്രേക്ക് ചെയ്യുന്നതിൽ സപ്പോർട്ട് എടുക്കുന്നു. പ്രൈസ് മുകളിലേക്ക് പോയി, താഴേക്ക് വന്നു, പിന്നെ വീണ്ടും മുകളിലേക്ക് പോകുന്നു. ഓക്കെ, മുകളിലേക്ക് പോകുന്നു പ്രൈസ്. ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ എത്ര മൂവ്സാണ്? 1 2 3 4 ആൻഡ് ഓവറോൾ 5 മൂവായി. ഇവിടെ ഒരു പാറ്റേൺ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ ഒരു പാറ്റേൺ കണ്ടോ, ഈ ഒരു പാറ്റേൺ ആണ് ഇവിടെ ഫോം ആയിരിക്കുന്നത്. ആ പാറ്റേണിൻ്റെ പേരെന്താണ്? ലീഡിങ് ഡയഗണൽ പാറ്റേൺ. ഓക്കെ, റെഡിയായോ? ഫസ്റ്റ് വേവ് ആണ് 5 മൂവ്, 1 2 3 4 ആൻഡ് 5 മൂവ്സ് കഴിഞ്ഞിട്ട് 5 മൂവ് കഴിഞ്ഞ് ഫോം ആയത് ഏതാണ്? ലീഡിങ് ഡയഗണൽ പാറ്റേൺ ആണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് അത് കഴിഞ്ഞിട്ട് ഈ ബ്രേക്ക് ഡൗൺ വന്നു. ബ്രേക്ക് ഡൗൺ ഏതാണ്? സെക്കൻഡ് വേവ് ആണ്. സെക്കൻഡ് വേവ് ആണ് നമ്മുടെ ഫിബൊനാച്ചി എടുക്കുക, ബോട്ടം ടു ടോപ്പ് വെച്ചോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 0.618% കറക്റ്റ് കൺസോളിഡേഷൻ. പ്രൈസ് എത്ര മൂവ്സിൽ താഴേക്ക് വന്നു? 1 2 3 മൂവ്സിൽ താഴേക്ക് വന്നു. കൺസോളിഡേഷൻ ആൻഡ് ദെൻ ബ്രേക്ക് ഔട്ട് ആൻഡ് ദെൻ റാലി. കണ്ടോ, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ആ റാലി കണ്ടോ, തേർഡ് വേവിൻ്റെ റാലി എത്ര വരെ പോകുന്നു? SL എന്താണ് നിങ്ങളുടെ? ഈ ഒരു ലോ 24,000. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് എത്ര പോയിന്റ്സ് ആണ്? 100 പോയിന്റ്സ് ആണ് SL. ഓക്കെ, 100 ഓൾമോസ്റ്റ് 100 പോയിന്റ്. ഇവിടെ അല്ലേ നിങ്ങൾ എൻട്രി എടുക്കുന്നു. ഓക്കെ, 100 125 ഏരിയയിൽ ഓൾമോസ്റ്റ് 100 പോയിന്റ്സിൻ്റെ SL. ആൻഡ് തേർഡ് വേവ് നിങ്ങൾക്കറിയാം എത്ര മൂവ്സിൽ മുകളിൽ പോകും? 5 മൂവ്സിലാണ് മുകളിലേക്ക് പോകുള്ളൂ. സോ കൗണ്ട് ചെയ്യും 1 2 ഇതൊക്കെ എല്ലാം 3. ഓക്കെ,
4 and 5 മൂവിലാണ് കംപ്ലീറ്റ് ആയത്. ആൻഡ് ഫോർത്ത് വേവിൻ്റെ ഫോൾ വരുന്നു. അത് നിങ്ങൾക്ക് അറിയാലോ, ഫോർത്ത് വേവിൻ്റെ ഫോൾ വരും. അത് എത്ര മൂവ്സിൽ വരും? 3 മൂവ്സിൽ, 1 2 3. പിന്നെ ഫോർത്ത് വേവ് സപ്പോർട്ട് എടുക്കും. ഓക്കെ, അവിടെ ഏത് ട്രയാങ്കിൾ ഓർ 333 കറക്ഷൻ ഫോം ആകും. ഓക്കെ, കാണുന്നോ? കണ്ടോളൂ. ഏത് പാറ്റേൺ ആണിത്? ലൈവ് ആണ്. ഏത് ചാർട്ട് നിങ്ങൾ എടുത്താലും ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ടായി. ഏതാണ്? ഫിഫ്ത്ത് വേവ് കംപ്ലീറ്റ് ആയി. SL എത്രയായിരുന്നു? 100 or 120 പോയിന്റ്സ് മാക്സിമം. നിങ്ങൾക്ക് എന്താ കിട്ടിയേക്കുന്നത്? ഇതാണ് എല്ലിയറ്റ് വേവ് ആൻഡ് എല്ലിയറ്റ് വേവിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, ഇതൊക്കെ ഡീപ്ലി ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ട്രയാങ്കിൾ എപ്പോൾ ഫോം ആവാൻ തുടങ്ങിയോ, ഇതിൻ്റെ അകത്ത് എത്ര മൂവ് ഉണ്ടാവും, ഇത് എപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മുടെ ഇതിൻ്റെ ഈ 333 ഈ തേർഡ് വേവ് എവിടെ വരെ പോകും, അതൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെ പണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒത്തിരി ലോങ് വീഡിയോ ആണ്. ലോങ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ലോങ് ആയി പോകും. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, ഐ തിങ്ക് ഒരു 50, 50 or 100 വീഡിയോസ് മിനിമം എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം അത്രയ്ക്ക് ഡീപ്പ് ആണ് അതിൻ്റെ ഒരു ലെസൺ. തേർഡ് വേവ് നമ്മൾ എപ്പോഴും മിനിമം എത്ര വരെ പോകും നമുക്ക് അറിയാൻ പറ്റും. ഈ 1 to 2 and 127 to 360 പോയിന്റ്സ് വരെ ഇതുപോലെ പോകും. ഇത് കണ്ടോ എത്ര വരെ പോയി കഴിഞ്ഞാൽ 25,000 168% ആണ്. ഓക്കെ, 1.682%. ഇത് ഇത്ര വരെ മാക്സിമം ഇവിടെ വരെയൊക്കെ പോകും. 268. ഓക്കെ, അത്ര വരെയൊക്കെ നമ്മുടെ തേർഡ് വേവ് പോകാറുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ കറക്ഷൻ വന്നു. കറക്ഷൻ കഴിഞ്ഞിട്ട് ഫോർത്താണ് മുകളിലേക്ക് പോയിട്ട്. ഇത് ആക്ച്വലി ഒത്തിരി ഡീപ്പ് ലേണിംഗ് ആണ്. നമ്മൾ ലേൺ ചെയ്തേ പറ്റും. കാരണം അത് ഈ ബാക്ക് ടെസ്റ്റിൽ നിങ്ങൾ പോയി നോക്കിക്കോ. ബാക്കിൽ ചെന്നാലും എവിടെ ചെന്നാലും ഏത് ചാർട്ടിൽ ചെന്നാലും ഇങ്ങനെ തന്നെയാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുള്ളൂ. ഇത് കണ്ട. പക്ഷെ നമ്മുടെ കറക്റ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ പിടിക്കണം. ഓക്കെ, ഇങ്ങനെ തന്നെ മാർക്കറ്റ് പോകുന്ന മൂവ്സ് കണ്ടോ? 1 2 3 and 4 and 5th ഫുൾ കണ്ടോ? ആ ലോ ബ്രേക്ക് ചെയ്യത്തില്ല മാർക്കറ്റ് ആ ലോ ബ്രേക്ക് ചെയ്യത്തില്ല. ഇങ്ങനെ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. സ്ട്രക്ചർ ബിലീവ് ചെയ്യണം. ആ സ്ട്രക്ചർ ഫോൾ വരുമ്പോൾ ഇങ്ങനെ തന്നെ, ഫോൾ വരുമ്പോൾ ഒക്കെ ഇങ്ങനെ തന്നെയാണ്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഫോൾ വരുന്നു. ഓക്കെ, 1 2 3 4 and 5 and then വീണ്ടും റീട്രേസ്മെൻറ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ഇതിലേക്ക് പോകുന്നു. ആൻഡ് 5 വേവ് കഴിഞ്ഞവരെ അത് വേറെ റൂട്ടിലേക്ക് പോവുകയില്ല. ട്രാപ്പ് ചെയ്യാൻ ചാൻസസ് റെയർ ആയിരിക്കും. മനസ്സിലായോ? ട്രാപ്പ് ചെയ്യാനുള്ള ചാൻസസ് റെയർ ആയിരിക്കും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയാൽ ചിലപ്പോൾ തീരത്തില്ല. ഒത്തിരി ലോങ് ആണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിലാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഡെയിലി ടൈം ഫ്രെയിമിലാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഒരു അനാലിസിസ് നമ്മുടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നിഫ്റ്റി ലൈവാണ്. ഇത് നിങ്ങൾക്ക് അറിയുന്ന കേസാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ലൈവ് അല്ലേ മാർക്കറ്റിൽ ഇതൊക്കെയല്ല. സോ ഇത് കണ്ടോ, ഓൺ ടോപ്പ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തായിരുന്നു പണ്ട്. ഓർമ്മ ഉണ്ടോ? ഒത്തിരി പഴയ നമ്മുടെ വ്യൂവേഴ്സ് ഉണ്ടവർക്ക് അറിയാൻ പറ്റും. ഞാനിവിടെ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഈ ഒരു മെഗാഫോണിൻ്റെ ഒരു ടോപ്പ് ആറായി. ഇപ്പോൾ നിഫ്റ്റി തീർന്നു ഓൾമോസ്റ്റ്. ദാറ്റ് മീൻസ് ഓൺ ടോപ്പ് അടിക്കാൻ പോവാം. അവിടെ എവിടെയെങ്കിലും ഒരു ടോപ്പ് അടിച്ചു ആൻഡ് ദെൻ താഴേക്ക് വരുന്നു പ്രൈസ്. ഓക്കെ, ഈ സ്ട്രക്ചർ ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ഡെയിലി ടൈം ഫ്രെയിമിൽ കൗണ്ട് ചെയ്യാം. ഓക്കെ, പ്രൈസ് 1 2 3. ഓക്കെ, ഇത് കണ്ടോ 1 2 3. സോ ഇതൊരു 1 വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ്, ഫോർത്ത് വേവ് ആൻഡ് ഫിഫ്ത്ത് വേവ് ഇനി കിടക്കുന്നു. മനസ്സിലായോ? സോ 1 2 3 4 ആൻഡ് ഫിഫ്ത്ത് വേവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. ഫിഫ്ത്തിൻ്റെ ഇത് ആയിട്ടില്ല. സോ കുറേ പേര് ബുള്ളിഷ് ഉണ്ടല്ലോ മാർക്കറ്റിൽ. സോ ആ ബുള്ളിഷ്നെസ് പിടിച്ചു വെക്കണം എല്ലാവരും. ബുള്ളിഷ് ആവരുത്. ഫിഫ്ത്ത് വേവിൻ്റെ ഒരു ഫോൾ കൂടി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പറയാം. ബട്ട് ആ ഫിഫ്ത്ത് വേവിൻ്റെ ഫോൾ ഈ ഒരു സ്ട്രക്ചർ കണ്ടോ? ഈ ഒരു സ്ട്രക്ചർ ഇതിൻ്റെ ഈ ഒരു ഹൈ, ഈ ഒരു ലോ, ഇതിലാണ് എല്ലാം കൂടി ഡിപ്പെൻഡ്. ഓക്കെ, ഫിഫ്ത്ത് വേവിൻ്റെ ഫോൾ ഇവിടെ നിന്ന് തന്നെ വരാമെന്നൊന്നുമില്ല. കുറച്ചുകൂടി മുകളിലേക്ക് പോയിട്ട്, കാരണം സ്മോൾ സ്ട്രക്ചർ ആണല്ലോ. സോ ചിലപ്പോൾ കുറച്ചുകൂടി മുകളിലേക്ക് പോയിട്ട് ഈ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് കുറച്ചുകൂടി മുകളിൽ ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ ആയിരിക്കും ആ ഫോൾ താഴേക്ക് വരുന്നത്. ഫിഫ്ത്ത് വേവിൻ്റെ സ്ട്രക്ചർ അങ്ങനെ ഞാൻ ഇൻവേർട്ട് സ്കെയിൽ ഒന്ന് ആക്കി കാണിച്ചു തരാം. ഇൻവേർട്ട് സ്കെയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ചുകൂടി പിക്ചർ ക്ലിയർ ആണ്. 1i 2i ഇത് 3i 4i 5 കുറച്ചുകൂടി ഫോൾ വരും.
അത് കുറച്ചുകൂടി താഴേക്ക് വന്നിട്ട് ഇവിടെ വരെ വന്നിട്ട് പിന്നെ ആയിരിക്കും ചിലപ്പോൾ ആ ഫർദർ ഫോൾ വരുന്നത്. മനസ്സിലായി? ഞാനിപ്പോൾ കാണിക്കുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ 5 വേവിൻ്റെ ആ ഫുള്ളി സ്ട്രക്ചറാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്, നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഉണ്ടോ? 1 2 3 4 and then 5 എവിടെ തീരുന്നു? ഇതിൻ്റെ അബവ് തന്നെ തീരുള്ളൂ എവിടെയെങ്കിലും. എന്ന് വെച്ചാൽ കറക്റ്റ് നമുക്ക് അറിയില്ല. 23,000 ആണ്, 23,800 ആണ്. അത് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ അതൊന്നും നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നില്ല. അതൊക്കെ പിന്നെ ഒരു കാര്യമാണ്. ബട്ട് ഞാൻ ലൈവ് നമ്മുടെ ഇൻഡെക്സിൽ കാണിച്ചതാണ്. ഇതാണ് ആ ഒരു ഫോൾ സ്റ്റാർട്ട് ആയത്. അങ്ങനെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. ഇതാണ് 1 2 3 5 എന്ന് പറഞ്ഞ കൗണ്ടിങ്. ഇതിൻ്റെ ഡീപ്പ് അനാലിസിസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ശരിക്കും ഒത്തിരി കമൻറ്റ് ചെയ്തോളൂ, നന്നായിട്ട് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. 1 2 അല്ല 10 കമൻറ്റ് വെച്ചിട്ട് എല്ലാവരും ഷെയർ ചെയ്യണം. എന്നിട്ട് ഞാൻ ഡീപ്പ് അനാലിസിസ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുള്ളൂ. വേവ് 1, വേവ് 2, വേവ് 3, വേവ് 4 ആൻഡ് വേവ് 5. വേവ് 5 വരെ നോർമൽ ഇതുണ്ടാവുള്ളൂ, വീഡിയോസ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഓരോരോ ഡീപ്പ് അനലൈസിസ്. ഈ വേവ് 1 1 2 3 4 5 മൂവ്സ് അതെന്താണ്, എത്ര വരെ പോകും, അതൊക്കെ നമുക്ക് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഈ വേവ് എത്ര വരെ പോകും ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് എത്ര വരെ റിട്രേസ്മെൻറ്റ് എടുക്കും, എത്ര വരെ അത് പോകും, ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പോയിന്റ് ടു പോയിന്റ് അല്ല, ബട്ട് യെസ് ഓൾമോസ്റ്റ്. സോ നമുക്ക് ഓൾമോസ്റ്റ് കിട്ടിയാലും മതിയല്ലോ. മനസ്സിലായോ? കാരണം വെച്ചാൽ 1 അവറിൽ നമ്മളിപ്പോൾ ശരിക്കും ഓപ്ഷൻസ് ട്രേഡിങ് ചെയ്യുന്നില്ല. ബാക്കി നമ്മൾ വേറെ ട്രേഡ് നമ്മുടെ ഇതിൽ എന്തെങ്കിലും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിലാണെങ്കിൽ ഓർ പൊസിഷണൽ ട്രേഡിങ് അതൊക്കെ നമുക്ക് നന്നായിട്ട് അതിനകത്തൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഈ ബേസിൽ. ഓക്കെ, സോ ഈ വേവിടെ സ്റ്റാർട്ടിങ് ആകുമ്പോഴത്തെ തന്നെ ഇവിടുന്ന് 1 or 2 ഈ 1 കഴിഞ്ഞ് 2 താഴേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതാണ് ബൈ ആൻഡ് ഡിപ്പ്. മനസ്സിലായോ? ആ ബൈ ആൻഡ് ഡിപ്പ് മനസ്സിലായല്ലോ, ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് ബൈ ആൻഡ് ഡിപ്പ്. ഈ ബുള്ളിഷ് മാർക്കറ്റിൽ ഇങ്ങനെയാണ് ഒരു സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് പോയി താഴേക്ക് വരുന്നത്. അതായിരിക്കും ബൈ ആൻഡ് ഡിപ്പിൻ്റെ. നമുക്ക് ഇവിടെ ബൈ ചെയ്യാൻ ലോ ആയിരിക്കും നമ്മുടെ SL. ആൻഡ് എവിടെ വരെ പോകും നിങ്ങൾക്കറിയാൻ പറ്റും. 3rd വേവ് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് പോകാറുണ്ട്. ചില കേസസിൽ പോകാറില്ല. അതൊക്കെ വേറെ മറ്റേ ഇതായിരിക്കും, കുറച്ചുകൂടി ഡിഫറെൻറ്റ് അനാലിസിസ് ആയിരിക്കും, ഡിഫറെൻറ്റ് വീഡിയോസ് ആയിരിക്കും, ഡിഫറെൻറ്റ് തിയറീസ് ആയിരിക്കും. അതൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും പതിയെ. പക്ഷേ എല്ലാം ഡിപ്പെൻഡാണ് നിങ്ങൾ ഈ വീഡിയോസിൽ ഈ വീഡിയോയിൽ എത്ര നിങ്ങൾ ഇതിനകത്ത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് കമൻറ്റ് എത്ര ചെയ്യുന്നുണ്ട് അതനുസരിച്ചായിരിക്കും ബാക്കിയെല്ലാം ചെയ്യുന്നത്. ഓക്കെ, സോ സീൻ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു.